അച്ഛാ അച്ഛാ, അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോണ്ടേ? ദാമോളെ വിളക്ക് കിട്ടിയോ ചെറിയമ്മേ? കിട്ടി. എടുത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ വിളക്കല്ലേ മാഷ കത്തിക്കാറ്. ഇന്ന് ഇത് തന്നെ കത്തിച്ചാ മതി. എവിടെ? എന്താ അച്ഛാ? മാഷക്ക് എന്താ വയ്യേ? അല്ല, അമ്മണി ഇപ്പോ ഇവിടെ വന്നിരുന്നു. എന്റെ എടുത്തേ മാഷ എടുത്ത് കണ്ടു. മാഷ എടുത്ത് കണ്ടു. ഇപ്പോ അച്ഛാ പതുക്കെ. ആ പണിക്കര് പോക്കോ, പോയി പന്തല് കെട്ടിക്കോ. പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഈ ദിവസം ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. അത് കേൾക്കാതെ നീ ആ വിളക്കെടുത്ത് നിറം വെപ്പിക്കണ കണ്ടപ്പോഴേ ഇന്നിവിടെ അമ്മണിയടുത്ത് വരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഏടത്തിയെ ദഹിപ്പിച്ചെടുത്ത് വിളക്ക് വെച്ച് അനുഗ്രഹം വാങ്ങാൻ പോവാ എന്റെ കുട്ടി. അതറിഞ്ഞ പോലെ ഏടത്തി വന്നില്ലേ? ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? മരിച്ച് സ്വർഗത്തിൽ കിടക്കണ നിന്റെ ഏടത്തി ഇവിടെ കല്യാണ നിശ്ചയം അറിഞ്ഞ് ഓടി പിടിച്ചു വരുമല്ലേ. ഇവിടെ ഭൂമിയിലുള്ളവർക്ക് തന്നെ സമയത്തിന് വണ്ടിയും ബസ്സും കിട്ടണില്ല, പിന്നെ മരിച്ചോർക്ക്. അമ്മയുടെ കണ്ണാടിയിൽ നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു. ഇത്രേ അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല. ഏടത്തി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല. ഇത്ര ഇടം വന്നിട്ട് എന്റെ മുന്നിലൊന്നും വരാണ്ട് പോയല്ലോ. ഏടത്തി തടി വെച്ചിട്ടുണ്ടോ മാഷേ? മരിച്ച് ഭസ്മായി തിരുനെല്ലി കൊണ്ടൊഴുകിയിട്ട് കൊല്ലൊരുപാടായി. ആ ആളപ്പ തടി വെച്ചിട്ടുണ്ടോന്ന്. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. അമ്മണിയടുത്ത് കൈയും വീശി വന്നേ ഉള്ളൂ. വരുമ്പോ തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അവൾ ഇത്തിരി പൂ കൊണ്ട തന്നു. അത് നന്നായി. മരിച്ചാലെന്താ, അമ്മണിയടുത്തേക്ക് സ്വർഗത്തിൽ ഇപ്പൊ പൂക്കച്ചോടുണ്ടല്ലോ. റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയ നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയിൽ കുറുപ്പന്മാര് വേലി കെട്ടിപ്പൊക്കി. കമ്മൽ വാങ്ങിക്കാൻ പോയി ദിനകരേട്ടൻ കുറുപ്പന്മാരായിട്ട് ഒട്ടക്കി നിൽക്കുക. ഇപ്പൊ അടി പൊട്ടും. അടി പൊട്ടേ? ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാലി പട്ടി കെട്ടുകൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല്. പോടാ. പിന്നെ ഞാനൊന്ന് ബെസ്റ്റ് എന്താടാ കോഴിക്കാല? കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറന്നു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണ മാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരോട് പറമ്പിന്റെ വഴിയാണോ? നീ കൂടെ വന്നേ. നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ട ഈ കാട്ടുപുത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പോഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തെ. കല്യാണത്തിന് മാല ഇടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറുപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഹൈ ജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ ചവിട്ടി പൊളിച്ചിങ്ങോട്ട് വാടാ. വേണ്ട, മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടയ്ക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറെ കളി കളിക്കണത്? അതേ കളി അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണ് തന്നു. ഞാൻ താണ് തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കാലിലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. തുമ്പശ്ശേരി എങ്ങനാ വെട്ടും കുത്തും ഒക്കെ കഴിഞ്ഞ് ഇങ്ങ എത്താൻ എത്ര വൈകാറുണ്ടോ? വെട്ടാനും കുത്താനും അധികം നേരമൊന്നും വേണ്ടല്ലോ. ഇന്നാരെങ്കിലും തിരിച്ചു വെട്ടിക്കാണും, അതാ ഇത്രയും താമസം. ചിന്നക്കുറുപ്പ് എങ്ങനാ ഇവിടുള്ള ആൾക്കാരെ പോലെ ഈ ചോര കുടിക്കുന്ന കൂട്ടത്തിലാണോ? ചോര കുടിക്കുമോന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ഞാനും തുമ്പശ്ശേരി ഒറ്റക്കെട്ടാ. അതുകൊണ്ടല്ലേ വത്സലകുമാരി അമ്മയുടെ അനിയൻ ചന്ദ്രപ്പന് എന്റെ രുക്മിണിയെ കല്യാണമാലോചിച്ച് തുമ്പശ്ശേരി വന്നപ്പോ ഞാൻ ഇതുവരെ എതിരൊന്നും പറയാഞ്ഞ്. ഇനി രുക്മിണി എങ്ങനെയാണാവോ? അവളും ചോര കുടിക്കും എന്തോ. വത്സലകുമാരി അമ്മ പേടിച്ചു അല്ലേ? എന്നാ കേട്ടോളൂ, എന്റെ രുക്മിണി പാവാ. അവൾക്കൊരു തുമ്പപ്പൂ പറിച്ചെടുക്കാനുള്ള ധൈര്യം പോലും ഇല്ല.
പിന്നല്ലേ ചോര. ആ ശവത്തിന് ഒരു നേരത്തെ ഇതിനകത്ത് കാണില്ല. എവിടെ പോയി കിടക്കാണോ എന്തോ. രുക്മിണി, ഡേ രുക്മിണി, തെണ്ടി നടക്കവും. തെണ്ടന്റെ പ്രായല്ലേ ആ ശ്രീകരം. രുക്മിണി, ഡേ രുക്മിണി. ഒരു പണി എടുക്കില്ല, ഒരു വസ്തു ചെയ്യില്ല. ഏത് നേരം നോക്കില്ല തള്ളയുടെ മടിയില്ല. ആ തള്ളയ്ക്കാണെങ്കിൽ അതിനെ താലോലിക്കണത് പാൽപ്പായസം കുടിക്കണ പോലെയാ. ശരിക്ക് തേക്കടി. രുക്മിണി, രുക്മിണി, നിക്കടി. തള്ളയ്ക്ക് അമൃതത്ത് വിളമ്പണതിന് മുമ്പ് ആ കുളിമുറിയിൽ ഇത്തിരി വെള്ളം കോരി വെച്ചൂടെ നിനക്ക്? അതും ഇനി ഞാൻ ചെയ്യണോ? എന്താടി നോക്കി പേടിപ്പിക്കണേ? ഇടി മഴയൊക്കെ കേൾക്കണല്ലോ. അകത്ത് മഴ പെയ്യണുണ്ടോ? മഴ മാത്രല്ല, കൊടുങ്കാറ്റും ഉണ്ട്. ഇപ്പൊ കുളിമുറിയിൽ വെള്ളം കോരി വെക്കാത്തതാ പ്രശ്നം. ഞാൻ കോരി നിറച്ച വെള്ളത്തിൽ മുങ്ങി കുളിച്ച് വന്നിട്ടാ ഈ പറയണ. എന്താ അരിദോശ? 3 ഗോതമ്പ് ദോശ വിഴുങ്ങിയാലൊന്നും മുത്തശ്ശിക്ക് വിശപ്പ് മാറില്ല. അതുകൊണ്ട് 2 അരിദോശ ഞാൻ കട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് അരിദോശ കക്കേ? സ്വന്തം വീട്ടിൽ കള്ളന്മാരുണ്ടായാ പിന്നെ കക്കാതെ വിശപ്പ് മാറുവോ? തുമ്പശ്ശേരി തറവാട്ടില് കല്യാണം ആലോചിച്ച് നടക്കുക അങ്ങേര്. അവിടുത്തെ ആണുങ്ങളുടെ കയ്യിൽ എത്ത് വേണ്ടു. അനുഭവിച്ചോളും. എന്നെ തുമ്പശ്ശേരി കുറുപ്പന്റെ നരിമടയിലേക്ക് എറിയാൻ പോവെന്ന് പറയണ. എന്റെ കുട്ടി ആ നരിമുടിയിലേക്ക് എറിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തറവാട്ടിന്റെ വലിച്ചാനിയ ഈ കാണുന്നത് മുഴുവൻ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അവന്റെ ഭസ്മ അവിടെ മുഴുവൻ മാറി നടക്കണത്. നിന്റെ മനസ്സിന്റെ കരച്ചില് കാണാണ്ടിരിക്കുവോ? അവൻ വരും. നിന്നെ രക്ഷിക്കാൻ ഒരാള് വരും, ഉറപ്പായിട്ടും വരും. എന്റെ കൃഷ്ണ. ഈ പൂവ് എങ്ങനെയാ അമ്മിണിക്ക് കിട്ടിയേ? അമ്മിണി നേരത്തെ കുറച്ച് പൂ തന്നു പറഞ്ഞപ്പോ അവൾക്ക് എന്താ സ്വർഗത്തിൽ പൂ കച്ചവടാണെന്നല്ലേ നീ ചോദിച്ചത്? അവള് തന്നത് ദാ ഈ പൂവാ. അവളെ ദഹിപ്പിച്ച ഈ സ്ഥലത്ത് ഞാൻ അന്ന് നട്ട ചെടിയാ ഈ വളർന്ന് പൂത്ത് നിൽക്കണത്. ഇതിങ്ങനെ പൂത്തത് ആദ്യമായിട്ട് ഞാൻ കാണണേ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. അവളിപ്പോഴും എന്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഈ 2 മക്കളെയും വെച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നത്. എന്റെ അമ്മിണി, നിന്റെ ജീവൻ രക്ഷിക്കാനാ തുമ്പശ്ശേരി കുറുപ്പിന് ഞാൻ ഈ മണ്ണ് പണയം വെച്ചത്. ആ കുറുപ്പ് എന്നെ ചതിച്ചു. ഈ മണ്ണ് തിരിച്ചു വാങ്ങി നിനക്ക് മോക്ഷം തന്നിട്ടേ ഞാൻ മരിക്കൂ. അതിനു മുമ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എന്റെ മക്കളെ വിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എനിക്കെന്നും നമ്മുടെ മക്കൾ കൂട്ടിനുണ്ട്. അവരെ നീ നല്ലപോലെ അനുഗ്രഹിക്കണം. കൊച്ചുകൃഷ്ണ, തുമ്പശ്ശേരി കുറുപ്പ് എന്റെ മാഷയും കുട്ടികളെയും ചതിക്കോ കൊച്ചുകൃഷ്ണ? അവരെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഏയ്, അവരെ ഞാൻ ഒറ്റയ്ക്കാക്കേ. നല്ല കഥ. അമ്മണിയടുത്ത് വിഷമിക്കാണ്ടിരിക്കെ. തുമ്പശ്ശേരി കുറുപ്പിന്റെ അടിവേര് മാന്തി ഞങ്ങൾ ഈ പറമ്പ് തിരിച്ചു പിടിക്കും. എന്താ പോരെ? മതി.